ഇപ്പൊ നമ്മൾ വന്നെത്തിയിരിക്കുന്നത് പത്തനംതിട്ട കോന്നിയിലുള്ള ആനക്കൊട്ടിലാണ്. ഇത് ഞങ്ങളുടെ വീടിന്റെ അടുത്തായിട്ട് വരും. ഒരു 30-40 മിനിറ്റ്സേ വരത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് അകത്തോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ നമ്മൾ ബേബി എലിഫന്റ്സിനൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. അപ്പൊ നമുക്ക് പോയി നോക്കാം. കോന്നി ആനക്കൂട്ടിൽ ഒരു എലിഫന്റ് ട്രെയിനിങ് സെന്റർ ആണ്. കൂട്ടം തെറ്റിപ്പോയ ആനകള്, വൂണ്ടഡ് ആയിട്ടുള്ള ആനകളെ ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ ടേം ചെയ്തെടുക്കും. ഇത് കോന്നി എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ അവർ ട്രിപ്പായിട്ടൊക്കെ അറേഞ്ച് ചെയ്യുമെന്ന് തോന്നുന്നു. കുട്ടവഞ്ചി സവാരി, കോന്നി അടവി ഗവി ടൂർ പാക്കേജ്, ട്രീ ടോപ്പ് ബാംബു ഹട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാണ്. നമുക്ക് ടിക്കറ്റ് എടുക്കണം എൻട്രി ചെയ്യണമെങ്കിൽ. അഡൾട്ട്സിന് 80 റുപ്പീസ് ആണ് എൻട്രി. ഞങ്ങൾ എൻട്രി ആൻഡ് പാർക്കിങ്ങിന്റെ കൂടെ ആനയൂട്ടിനും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. വനവിഭവങ്ങൾക്കായി വനശ്രീ. നമുക്കിതെല്ലാം ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. തേന് എല്ലാം കാട്ടിലെയാണെന്ന് തോന്നുന്നു. തേന്, ചെറുതേന്, കുന്തിരിക്കം, കസ്തൂരി മഞ്ഞൾ, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഇവിടെ സോവനിയർ പോലെ കുറെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഒത്തിരി പ്രൊഡക്ട്സും ഉണ്ട്. എണ്ണ പൗഡർ, മുൾത്താനി മിട്ടി, ദാഹശമനി, കുന്തിരിക്കം, യൂക്കാലിപ്റ്റസ് ഓയിൽ, ഇൻഡിഗോ പൗഡറൊക്കെ ഉണ്ട്. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ ആനക്കൂട്. അതിനകത്തൊരാശാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എലിഫന്റ് ക്രാൽ ഇൻ കോന്നി, കോന്നിയിലെ ആനക്കൂട്. ഇതാണ് നമ്മുടെ ആനക്കൂട്. നമ്മുടെ എക്കോ ടൂറിസത്തിൻ്റെ പെയിൻ്റാന്ന് തോന്നുന്നു, റെഡ് ആൻഡ് ഗ്രീൻ. ഇച്ചിരേ ഉള്ളല്ലോ. ഇതാ ഇവിടുത്തെ കുട്ടിയാന ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ നമുക്ക് ബേബി എലിഫൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. അവർ നമ്മളെ ഇങ്ങനെ കാണാനേ സമ്മതിക്കുള്ളൂ. എലിഫൻറ്റ് മ്യൂസിയം ഇതാണ്. നമുക്കൊന്ന് കയറി നോക്കാം അല്ലേ. അവൻ നോട്ടം വിട്ടു ഗൈസ്. അവൻ ആ അമ്പലിനെ നോട്ടം വിട്ടു. എന്താ എൻ്റെ ഉദ്ദേശം? കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. This is one of the art pieces that has been displayed here. ഇതിന്റെ പേര് I want my wings back എന്നാണ്. മെറ്റൽ സ്ക്രാപ്പ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഈ ആർട്ട് ഫോം സൂചിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ ഹ്യൂമൻസ് വന്ന എലിഫന്റ്സിന്റെ ലൈഫ് ഡിഫിക്കൽട്ട് ആക്കിയതന്നെയാണ്. ടു എലിഫന്റ് മ്യൂസിയം കോന്നി. പാദരക്ഷകൾ പുറത്തിടുക. ഞാനൊരു പാവം കുട്ടിയാനെയാണ്, എൻ്റെ പുറത്തിരിക്കരുതേ. ഓ, നമ്മൾ കയറി വരുമ്പോൾ തന്നെ അടിപൊളി. ഇവിടെ കുറെ മോക്കപ്പ് സീൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആനകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതും ആനകളെ ട്രാപ്പ് ചെയ്യുന്നതിൻ്റെ ഒക്കെ. ഇത് കണ്ടോ, ഈ ലോകത്തിലെ ഏതൊക്കെ സ്റ്റാമ്പ്സിൽ എലിഫൻസിൻ്റെ പടം ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ എലിഫൻറ്റ് ഇൻ കോയിൻസും ഉണ്ട്. AV റൂം ഗൈസ്, വളരെ ഫോർവേഡ് ആണല്ലോ. ഒന്നും കേൾക്കാനില്ല. ഉണ്ട് ഗൈസ്, ഉണ്ട്. അങ്ങനെ ഒരു 10-20 ആനിമൽസിന്റെ ഓഡിയോ കേൾപ്പിച്ചു. ആഫ്രിക്കൻ വേഴ്സസ് ഏഷ്യൻ, ഇത്രയും വ്യത്യാസമുണ്ട് ആഫ്രിക്കൻ ആനയും ഏഷ്യൻ ആനയും തമ്മിൽ. 8 ടണ്ണും 3 ടണ്ണും അത്രയും വ്യത്യാസമുണ്ട് അവരുടെ വെയിറ്റ്. ആഫ്രിക്കൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഹാവ് ടസ്ക്സ്. ആഫ്രിക്കൻ കുറച്ചുകൂടി വലുതാണ്. ആഫ്രിക്കന് 4 ടോസ് ഓൺ ദ ഫ്രണ്ട് ആൻഡ് 3 ഓൺ ദ ബാക്ക്. ടോസിൻ്റെ എണ്ണത്തിൽ വരെ വ്യത്യാസമുണ്ട്. എൻ്റെ ഗൈസ് ഇത് നോക്കൂ, ഇത് ലോവർ ജോ ആണ്. ലോവർ ജോ, അത് തലയുടെ മേൽഭാഗമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓ മൈ ഗോഡ്. ആനകളെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതുപോലെ ഇങ്ങനെ പാനൽസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ആനകളെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കണ്ടിട്ട് പേടിയാവും. ആനയുടെ നീ ക്യാപ്പാണ് ഗൈസ്, മുട്ട് ചിരട്ട. ഇത് ആനക്കെണി, എലിഫന്റ് ട്രാപ്പ്. അങ്ങനെ എലിഫന്റ് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി എലിഫന്റ് ഷെൽട്ടറിലേക്ക് പോവാണ്. അവിടെയാണ് നമ്മുടെ മെയിൻ ആനകളൊക്കെ ഉള്ളത്. എലിഫന്റ് ഷെൽട്ടർ. പൊട്ടൊക്കെ കുത്തിയിട്ടുണ്ടല്ലോ. മുന്നൊരു ഡാൻസുകാരനാണ് കേട്ടോ. ഓക്കേ, ലാലലാ ലാലലാ. ഓ, പ്രിയദർശിനി 40 വയസ്സ് 1992 ലഭിച്ചു. സുന്ദരനല്ല, സുന്ദരിയാ. ഭയങ്കര ഡാൻസാണല്ലോ. കഴിച്ചു കഴിഞ്ഞെന്ന് തോന്നുന്നു, ഫുഡൊന്നും കിടപ്പില്ല. അവള് അതിനൊക്കെ ഡാൻസാ. മീന 33 വയസ്സ്. എടീ സുന്ദരി.
ഇവിടെ മൊത്തം 4 വലിയ ആനകളും ഒരു കുട്ടിയാനയാണ് ഉള്ളത്. ഇതാണ് 4ാമത്തെ വലിയ ആന, കൃഷ്ണ. 11 വയസ്സേ ഉള്ളൂ, ജസ്റ്റ് ടീനേജിലോട്ട് അങ്ങോട്ട് കടക്കുന്നതേ ഉള്ളൂ. കൃഷ്ണയുടെ കൊമ്പൊക്കെ കണ്ടോ, 2014 ലഭിച്ചു. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. യെസ്, അവനെല്ലാം മനസ്സിലാവുന്നുണ്ട്. എലിഫന്റ് ആർട്ട് ഗാലറിയാണ്. ഈ ആർട്ട് ഗാലറിയിൽ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ കുറെ ആർട്ട് പീസസ് ഉണ്ട്. ഓരോന്നും ഓരോ കോൺസെപ്റ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മിക്കതും സൂചിപ്പിക്കുന്നത് ഹൗ ഹ്യൂമൻസ് ഡിസ്ട്രോയ്ഡ് ദി എലിഫന്റ് ഹാബിറ്റാറ്റ് എന്നുള്ളതാണ്. അതുപോലെ മനുഷ്യര് കാരണം ആനകൾക്കുണ്ടാവുന്ന ഉപദ്രവങ്ങളെയും അവരെ ട്രാപ്പ് ചെയ്യുന്ന രീതിയും അവരെ പണിയെടുപ്പിക്കുന്ന രീതിയും ഒക്കെ സിഗ്നിഫൈ ചെയ്യുന്നുണ്ട്. മൂവീസ് ബേസ്ഡ് ഓൺ എലിഫന്റ്, ഡംബോ, ഇംഗ്ലീഷ് മൂവീസും മലയാളം ലീല, ആനച്ചന്തം, ആനപ്പാച്ചിൽ. നമ്മൾ ആനയൂട്ടിന് ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് കൂട്ടാൻ വേണ്ടി തരുന്നത് ഇവനെയാണ്. അവളെ അഴിച്ചു ഇപ്പം അങ്ങോട്ട് കൊണ്ടുപോകാം. താഴെ ഒരു സ്ഥലത്ത് വന്നിട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. ഫ്രൂട്ട്സാണ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇവയുടെ കൂടെ നടന്നു പോവാം. ഇവ വരുവാണ് ഗൈസ്. കളിയാന പരിധി. സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു ആനയുടെ അത്ര അടുത്ത് പോയി നിൽക്കാനൊക്കെ. പക്ഷെ ചാച്ച നിൽക്കുന്ന നോക്ക്, ഒരുമാതിരി ആനയായിട്ട് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ബന്ധമുള്ള പോലെ. പക്ഷെ പാവ കേട്ടോ, ഇവ നല്ല കുട്ടിയാണ്. നമ്മുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു, പോസ് ചെയ്ത് നോക്കിയേ. അങ്ങനെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഇപ്പം ഞങ്ങൾ വന്ന് കണ്ടു. നിങ്ങളും സമയം പോലെ വന്ന് നിന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ല രസമായിരിക്കും ഇവിടെ വരാൻ. നിങ്ങൾക്ക് വരണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ലൊക്കേഷൻ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.